എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം. രേണു അപ്പൊ ആള് മാറി, ലെവൽ മാറി. ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. 10 മില്യൺ ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. അപ്പൊ നിങ്ങൾ അതെന്താ ചെയ്ത നിങ്ങള്? ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. നിങ്ങളതിൽ എന്തൊക്കെ ചെയ്തു? ഇളക്കല്ലേ, നാളെ ഇളക്കല്ലേ. അപ്പൊ പിന്നെ എനിക്കൊന്ന് കാണണം. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? ഇയാൾക്ക് എന്താണ് വയ്യേ? ഒന്നുകൂടി മൂപ്പിക്കണേ. എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്റെ കാര്യമായ പണിയാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയി. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര പ്രേമമാണ്. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? അതുകൊണ്ട് അവര് വയറ് നിറയട്ടെ, നീ സൂക്ഷിച്ചോ. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. നിനക്ക് വയറ് നിറയെ ഇവരൊക്കെ കൂടെ തരും. സാർ നാങ്ക തിക് ഫ്രണ്ട്സ് എപ്പോ ഇന്ത മാതിരത്താ വിളയാട്ട്. നിനക്ക് വയറ് നിറയെ ഇവരൊക്കെ കൂടെ തരും. നിനക്ക് പണിയാവും. നീ ചളമാക്കരുത്, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. അതിനിടെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഓവർ സ്മാർട്ട് ആവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയ്ക്ക് അങ്ങ് ഓവർ ആവരുത്. നമ്മളെ കൊച്ചിന്റെ വയറ്റിലടിക്കുക. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റ്സുകൾ ഞാൻ വായിച്ചു തരാം. ഉള്ള സത്യം സാർ തുറന്നു പറഞ്ഞു. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. രജിത് സാർ പറഞ്ഞതിന്റെ മീനിങ് നാളെ ഒരിക്കൽ മനസ്സിലാകും. ലോകത്തിൽ എന്താ കഴിഞ്ഞിരിക്കണം മഹാന. നല്ല മറുപടി, സ്നേഹമുള്ള ഉപദേശം. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയണ്ട, ഒരു അനീതിയോടുള്ള ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്, അല്ല വേറെ ഒന്നുമല്ല. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. ഇനി ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ പറ്റിയിട്ട് രേണു സുധി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കാം. വരട്ടേന്നേ, വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശനം, നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണു സുധി ഇനി നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എന്റെ മനസ്സ് കല്ലാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. നെഗറ്റീവിലൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് പുള്ളിക്കാരനെ നല്ല രീതിയിൽ അറിയാം. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി.